അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മഹത്തായ ഇബാദത്തിനെ കുറിച്ചാണ്. ഇബാദത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്ത് തന്നെയാണ് കേട്ടോ. നാം ആരെയും ദ്രോഹിക്കാതെ എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ മാത്രം അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്തിൽപ്പെട്ടതാണ് കേട്ടോ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഇബാദത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ദിക്റാണ്. അള്ളാഹുവിൻ്റെ ദിക്ർ എന്നത് അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാവിലൂടെ ഉച്ചരിക്കുക, ഹൃദയം കൊണ്ട് അവനെ സ്മരിക്കുക. ഇതാണ് ദിക്ർ എന്നാൽ എന്താണെന്നറിയോ? അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാവിലൂടെ ഉച്ചരിക്കുക, ഹൃദയം കൊണ്ട് അവനെ സ്മരിക്കുക. ഖുർആനിൽ അള്ളാഹു പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ? അള്ളാഹുവിൻ്റെ ദിക്റിലൂടെയാണ് ഹൃദയങ്ങൾ സമാധാനം നേടുന്നത് എന്നാണ്. അതായത് അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങൾക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും എല്ലാത്തിനും ശമനം കിട്ടാനും സമാധാനം കിട്ടാനുമാണ് നാം ദിക്ർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് ടെൻഷൻ, വിഷമം, ദുഃഖം, ഭയം ഇതെല്ലാം കൊണ്ട് മനുഷ്യർ ഒരുപാട് വലയുന്നു അല്ലേ? ടെൻഷൻ ഇല്ലാത്തവരുണ്ടോ? വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആവലാതികൾ, വേവലാതികൾ, പലതരം ടെൻഷൻ കൊണ്ട് പലവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഒരേ ഒരു പരിഹാരം, ഈ ലളിതമായ പരിഹാരം എന്താണെന്നറിയോ? ദിക്റാണ്. ദിക്ർ കൊണ്ട് നമുക്ക് എല്ലാം നേടാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ എപ്പോഴും ചൊല്ലുന്നത് വളരെ ഏറെ ഗുണം കിട്ടുന്ന ഒരു ദിക്റാണ് കേട്ടോ. നിങ്ങൾ മറക്കരുത്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ നമ്മുടെ നാവ് കൊണ്ട് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. വലിയ നേട്ടങ്ങളാണ് നമുക്കുണ്ടാവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള സകല ബുദ്ധിമുട്ടുകൾക്കും ഒരേ ഒരു പരിഹാര മാർഗമേ ഉള്ളൂ, അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നത്. അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നതിനർത്ഥം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ദിക്ർ ചൊല്ലുക, അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കും തോറും അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നതായിരിക്കും. ഈ ചെറിയ വാക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ വിലയേറിയതാണ് കേട്ടോ. ഏത് വാക്കുകളാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന വാക്കുകളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ എന്നാണ്. ദിക്ർ ചെയ്യുന്നവരെ കുറിച്ച് മലക്കുകൾ പോലും അഭിമാനിക്കുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. ദിക്ർ ചെയ്യുന്നവരെക്കുറിച്ച് മലക്കുകൾ പോലും അഭിമാനിക്കുന്നു. ഹദീസിൽ പറയുന്നു, ഒരു സംഘം ആളുകൾ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുമെന്ന്. മലക്കുകൾ എങ്ങോട്ടും പോകാണ്ട് ഈ ദിക്ർ ചെല്ലുന്നവരെ മലക്കുകൾ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കും. എന്നിട്ട് അവരെ മൂടും. റഹ്മത്ത് കൊണ്ട് അവരെ മൂടും. അതായത് അവരുടെ തലയ്ക്ക് മീതെ ഐശ്വര്യം ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കും. അള്ളാഹു അവരെ തൻ്റെ സന്നിധിയിൽ പ്രശംസിക്കും. മനസ്സിലായോ ദിക്റിൻ്റെ മഹത്വം? ഹദീസിൽ പറയുന്ന വാക്കുകളാണിതൊക്കെ. മനസ്സിലായോ? ഒരു സംഘം ആളുകളിരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴേ അവരുടെ
ചുറ്റും മലക്കളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർക്ക് റഹ്മത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ചിന്തിച്ച് നോക്കൂ, നിങ്ങളെ, അതായത് നമ്മളെ എല്ലാവരെയും അള്ളാഹു തന്നെ ഓർക്കുന്നു അല്ലേ? നമ്മളെ അള്ളാഹു തന്നെ ഓർക്കുന്നു. പക്ഷേ എന്ത് വേണം? നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു നമ്മളെ ഓർക്കുന്നു. എത്ര വലിയ ഭാഗ്യമാണല്ലേ! ദിക്റ് കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു നമ്മളെ ഓർക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് ഐശ്വര്യവും റഹ്മത്തും ഇങ്ങനെ ചൊരിയുന്നു. ദിക്റ് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയും. ദിക്റ് നമ്മുടെ ഹൃദയം ശുദ്ധമാക്കും. ദിക്റ് ശൈത്താനെ അകറ്റും. അതായത് ദിക്റ് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയും, നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കും. ശൈത്താനെ അകറ്റാൻ വരെ ദിക്റിന് കഴിയുമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റ് ചെയ്യാത്തവനും ചെയ്യുന്നവനും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും പോലെയാണെന്ന്. അതിനർത്ഥം എന്താണ്? ദിക്റ് ചെയ്യാത്ത ഹൃദയമുണ്ടല്ലോ, മരിച്ച ഹൃദയത്തിന് തുല്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നാം നടക്കുമ്പോഴും വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജോലിയിൽ ഏർപ്പെടുമ്പോഴും വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എന്തിനേറെ നാം ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്, നാം എങ്ങോട്ടെങ്കിലും പോവുകയാണോ, യാത്ര പുറപ്പെടുകയാണോ, ഏത് സമയത്തും നമ്മുടെ നാവുകൾ എപ്പോഴും ദിക്റിൽ തിരക്കിലായിരിക്കണം. ദിക്റ് ചൊല്ലിക്കൊണ്ട് നമ്മുടെ നാവുകൾ എല്ലാം നമുക്ക് കാണാലോ. നമ്മുടെ നാക്കുകൾക്ക് മാത്രം നമ്മൾ ദിക്റ് കൊടുക്കുക. മനസ്സിലായോ? നാക്കുകളിലൂടെ ദിക്റ് ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ കടലിലെ നുര പോലെ പാപങ്ങൾ മാപ്പാക്കി തരും. എന്താ അർത്ഥം? മനസ്സിലായോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം നമ്മൾ ഉരുവിട്ടാൽ കടലിലെ നുര പോലെ പാപങ്ങൾ മാപ്പാക്കി തരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുണ്ടല്ലോ, അതായത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് സ്വർഗത്തിൻ്റെ താക്കോലാണെന്നാണ് പറയുന്നത്. എത്ര ലളിതമായ അമലാണല്ലേ! ഇത്ര ലളിതമായ ഈ അമലാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അളവിൽ നമുക്ക് പ്രതിഫലം തരുന്നത്. ഒന്ന് മനസ്സിലാക്കിക്കോ സഹോദരങ്ങളെ. നമ്മൾ സമയം കളയുന്നത് മൊബൈലിലും സംസാരത്തിലും ചിന്തകളിലും ആണ് എപ്പോഴും അല്ലേ? നമ്മൾ ഓരോരുത്തരും ഓരോരോ സമയങ്ങൾ എപ്പോഴും കളയുന്നത് ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൂഷ്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കുറ്റങ്ങൾ കുറവുകൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർപ്പെട്ടിട്ടാണ് നമ്മുടെ സമയം കളയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണ് അങ്ങനെയൊക്കെ കളയുന്നത്? ആ സമയം നമ്മുടെ നാക്കുകൾ നമുക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുമോ? ദിക്റ് ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമോ നിങ്ങൾ? പക്ഷേ ആ സമയം ദിക്റിൽ മാറ്റിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറും കേട്ടോ. നമ്മൾ മൊബൈലിലും സംസാരത്തിലും ചിന്തകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സും നാക്കുണ്ടല്ലോ, ദിക്റ് ആക്കി മാറ്റുക. അപ്പം നമ്മുടെ ജീവിതം തന്നെ മാറും. ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുക അല്ലേ? നമുക്കെല്ലാവർക്കും ദിവസം കുറഞ്ഞത് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക. 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലി 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ നാവുകൾ ദിക്റിൽ നനയട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ സമാധാനം നേടട്ടെ അല്ലേ? നമ്മുടെ നാവുകൾക്ക് എപ്പോഴും ദിക്റ് ചെല്ലാനുള്ള ആവത് നൽകട്ടെ അള്ളാഹുവേ. നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നീ തരണേ നാഥ. അള്ളാഹു നമ്മുടെ ദിക്ർ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ തമ്പുരാനെ. ആമീൻ ആമീൻ. റഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നീ പ്രദാനം ചെയ്യുമാറാകട്ടെ.
ദിക്റ് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകണേ നാഥ.